അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന തെങ്കാശിയിലാണ്. അടിപൊളി സ്ഥലം, അടിപൊളി അമ്പലം, ശിവന്റെ അമ്പലമാണ്. സൂപ്പറാണ്, അടിപൊളി വൈബാണ്. അപ്പൊ നമുക്ക് കാണാം, പോണ വഴിയേ കാണാം. ഇതാണ് തെങ്കാശിയിലെ ശിവക്ഷേത്രം. തിരുമലയിൽ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ അമ്പലത്തിൽ വരാൻ. റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്നത് അമ്പലമാണ്, അടിപൊളി അമ്പലമാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. ആ ഗോപുരമൊക്കെ കാണാൻ എന്ത് രസമാണെന്നാണ്. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് തൊഴുവാൻ പോവുകയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 12 മണിയായി. അപ്പോൾ നടയൊക്കെ അടയ്ക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് പോവുകയാണ്. അമ്പലത്തിൻ്റെ തറയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വെയിലൊക്കെ വന്നെങ്കിലും നമുക്ക് ആ ചൂട് അറിയാൻ പറ്റില്ല, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് നല്ല രസമായിരുന്നു അകത്തൊക്കെ തൊഴുവാൻ. ഇതാണ് അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകൾ. ഇപ്പം നമ്മൾ ശിവനെ കണ്ട് തൊഴുതിറങ്ങി. ഇനി ഒരുപാട് സ്ഥലത്ത് തൊഴുവാണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും കൂടെ അമ്പലം പോയി തൊഴുകയൊക്കെ ചെയ്ത്. അകത്ത് വിശാലമായ സ്ഥലം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു തൊഴുവാൻ. നിറയെ പാറ കൊണ്ടുള്ള തൂണുകളും കൊത്തുപണികളൊക്കെ ആയിരുന്നു. എല്ലാവരും അങ്ങനെ വേഗം തൊഴുവയാണ്, കാരണം അമ്പലം അടയ്ക്കാറായി. അമ്പലം അടയ്ക്കാറായ വിസില് ഊതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും വേഗം തൊഴുത്. ഭാഗ്യം പോലെ എല്ലായിടത്തും നല്ലോണം തൊഴുവാൻ പറ്റി. അതുകൊണ്ട് കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയോളൂ. ഇനി കുറച്ച് ഫോട്ടോ എടുത്ത് അത് കാണിച്ചു തരാം. ഇപ്പം എല്ലാവരും തെങ്കാശി അമ്പലത്തിൽ വന്ന് തൊഴുവണം. ഇപ്പം നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ മൊത്തം കുരങ്ങന്മാരാണ്, നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇത് അമ്പലമൊന്നുമല്ല, വേറൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. നമ്മൾ തെന്മല ഡാമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തെങ്കാശിയിൽ നിന്ന് ഇറങ്ങി ഊണൊക്കെ കഴിച്ച് തെന്മല ഡാമിലാണ് എത്തിയത്. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തെന്മല ഡാമിൽ എത്തി. ഇതാണ് ഡാമിലോട്ട് പോണ വഴി. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തെന്മല ഡാമിലൂടെ കയറി വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ഡാമിൽ വന്നിട്ടില്ല. ഇവിടെ മനുഷ്യരെ കാട്ടി കുരങ്ങന്മാരാണ് കൂടുതൽ. റോട്ടിലും മരത്തിലും എല്ലായിടത്തും കുരങ്ങന്മാരായിരുന്നു. നമ്മൾ പേടിച്ചാണ് വീഡിയോ എടുത്തത്. ഇപ്പോൾ ഡാമിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. തോനെ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ തോനെ എല്ലാവരും നടന്നപ്പോൾ ഇത്തിരി ക്ഷീണിച്ച്. കുറേ പടിയൊക്കെ ഉണ്ടായിരുന്നു. പടിയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്നു. ഇപ്പം നമ്മൾ തെങ്കാശിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളെ തെന്മല ഡാമിലാണ്. അപ്പം അടിപൊളി വ്യൂ ആണ്, നമുക്ക് കാണിക്കാം. പോണ വഴിയേ കാണാം. ഇതാണ് തെന്മല ഡാം. അപ്പം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഡാമിലെ മുകളിലത്തെ കാഴ്ച കാണിച്ചു തരാം. ഒരുപാട് നടന്ന് പടിയൊക്കെ കയറി ഡാമിൻ്റെ മുകളിലെത്തിയപ്പോൾ എല്ലാവരും ക്ഷീണിച്ച്. എല്ലാവരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പക്ഷേ ആ ഡാമിൻ്റെ മുകളിലുള്ള കാഴ്ച എന്ത് ഭംഗിയാണെന്നാ എൻ്റെ ഗൈഡ്സ്, ഒരു രക്ഷയല്ല, അടിപൊളി വൈബാണ്. ഡാമിൻ്റെ മുകളിൽ നിന്നിട്ട് ചുറ്റും കാണാൻ എൻ്റെ പൊന്ന് ഗൈഡ്സ് എന്തൊരു ഭംഗിയാണെന്നാ. ഇത് ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. ചുറ്റും കാടാണ്, എന്ത് രസമാണെന്നാ കാണാൻ. കയറി വന്നത് വിഷമിച്ചാണെങ്കിലും ഇവിടെ നിന്ന് പോവാനുള്ള ആർക്കും മനസ്സില്ല, അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പം നിങ്ങളെല്ലാവരും ഈ തെന്മല ഡാമിൽ ഒന്ന് ഈ ഭംഗികളൊക്കെ കാണണം. പിന്നെ ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ കാറ്റാണ്. എപ്പോഴും ഇങ്ങനെ കാറ്റ് അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഡാമിൻ്റെ മുകളിലുള്ള കാഴ്ച എത്ര പറഞ്ഞാലും തീരത്തില്ല. ഇപ്പം എല്ലാവരും വേഗം വന്നോ, തെന്മല ഡാം കണ്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാം. ഒരുപാട് തിരക്കൊന്നുമില്ലായിരുന്നു, ആളുകൾ വന്നും പോയി നിൽക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് നേരം നിന്ന് റീൽസൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് നമുക്ക് ഈ കാഴ്ച എത്ര നേരം വേണോ കണ്ടുകൊണ്ടിരിക്കാം.
എത്ര കണ്ടുകൊണ്ടിരുന്നാലും മടുക്കൂല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. സമയം ഒരുപാടായി. അപ്പം നമ്മൾ ഡാമിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു മാങ്ങ മേടിച്ച്, മുളവിൽ മുക്കിയ മാങ്ങയാണ്. നല്ല അടിപൊളിയായിരുന്നു. കടുമോക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മളെല്ലാവരും മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മാങ്ങയായിരുന്നു. നമ്മളവിടെ നിരന്നിരുന്ന് കഴിച്ച്. ഡാമിലാകെ ഈ ഒരു കട മാത്രമേ ഉള്ളൂ. ആ കടയിൽ നിന്നാണ് നമ്മൾ ഈ മാങ്ങ മേടിച്ചത്. ഇതാണ് ആ കട. വളരെ ചെറിയൊരു കടയാണ്. ഇവിടെ ഉപ്പിലിട്ട മാങ്ങ, വെള്ളം, ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ മാങ്ങയൊക്കെ തിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. കയറിയപ്പോൾ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഇറങ്ങിപ്പോണത്. ഇപ്പോൾ ഡാമിന് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ് ഗൈസ്. ഇനി നമ്മളിവിടെ വരും. കടുമോള് കുരങ്ങനെ നോക്കിയാണ്. അതിനെ കണ്ടാണ് അവളെ പോയത്. കടുമോളെ ഹായ് എന്നാണേ. അപ്പോൾ നമ്മൾ താഴെ എത്തി. വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 4-4:30 മണിയായി. വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം എല്ലാവർക്കും ചായ കുടിക്കാൻ സമയമായി. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോണത്. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു ചായക്കടയിൽ നിർത്തി ചായയൊക്കെ കുടിച്ച്. അപ്പം എല്ലാവരും തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് സ്ട്രോങ് ആയിട്ട് വീട്ടിലോട്ട് പോവാം. ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഭയങ്കര ഉറക്കമായിരുന്നു. 6 മണി ആവാറായി വീട്ടിലെത്തിയപ്പം. കടുമോള് വണ്ടിയിരുന്ന് നല്ല ഉറക്കമായിരുന്നു. വീട്ടിൽ എത്തിയപ്പം എല്ലാവരും നന്നായി ക്ഷീണിച്ച്. അപ്പം നല്ല അടിപൊളി യാത്രയായിരുന്നു. സൂപ്പർ യാത്രയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് മൂത്തേമ്മേടെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ നമ്മളെ 1 ഡേ ട്രിപ്പ് ഒരു കലക്കൻ ട്രിപ്പായിരുന്നു. പോയ സ്ഥലങ്ങളെല്ലാം കിടുക്കാച്ച സ്ഥലങ്ങളായിരുന്നു. അപ്പം നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി അടിച്ച് പൊളിക്കണം. നമ്മളെ 1 ഡേ ട്രിപ്പ് വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.